മത്തായി 18:8. നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടിയെറിഞ്ഞു കളക. 2 കൈയും 2 കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. സ്വയം അംഗഭംഗം ചെയ്യാൻ യേശു കൽപ്പിച്ചിട്ടുണ്ടോ? ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ബൈബിൾ അടിവരയിട്ട് പറയുന്നു. ദൈവത്തിനായി പോലും ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ പാടില്ലെന്ന് അത് വ്യക്തമാക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന് ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞത് ശരീരാംഗം മുറിച്ചു മാറ്റുക എന്നല്ല എന്ന് ചിന്തിക്കാം. അപ്പോൾ എന്താണ് ഇടർച്ച വരുത്തുന്ന അവയവത്തെ വെട്ടിയെറിഞ്ഞു കളക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരീരത്തിൽ രോഗം ബാധിക്കുകയും മറ്റ് ശരീരാവയവങ്ങളെ കൂടെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന, ജീവന് തന്നെ ഭീഷണിയായി തീരുന്ന സന്ദർഭത്തിൽ അവയവഭാഗമോ അവയവം തന്നെയോ സർജറി ചെയ്ത് മുറിച്ചു മാറ്റാറുണ്ട്. വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അത് വേദനയോടെയും ദുഃഖത്തോടെയുമാണെങ്കിലും ചെയ്തേ തീരൂ. ശരീരത്തിലെ ഒരു അവയവം പാപകാരണമായി തീരുകയും അത് നരകശിക്ഷയ്ക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് വരുന്നെങ്കിലോ? മാനസാന്തരത്തിന് തയ്യാറാകാത്ത ഒരു വ്യക്തി അനുഭവിക്കാൻ പോകുന്ന നരകശിക്ഷയെ ഓർമ്മിപ്പിച്ചാണ്, അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കാനാണ് യേശു ഇത്തരം ഒരു കടുത്ത ഉപമ ഉപദേശിച്ചത്. ഒരിക്കലും അവസാനിക്കാത്ത നരകത്തിൽ എക്കാലവും ശിക്ഷ അനുഭവിക്കുന്നത് ഓർക്കുമ്പോൾ അതിനേക്കാൾ ഒരു അവയവമില്ലാതെ വന്നാലും പാപം ചെയ്യാതെ ജീവിച്ച് സ്വർഗത്തിൽ കടക്കുന്നതാണ് നല്ലത് എന്ന്. അടിസ്ഥാനപരമായി യേശു ഉദ്ദേശിച്ചത് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും വേണം എന്നാണ്. സ്വർഗീയ അനുഗ്രഹങ്ങൾ ഓർത്താൽ ലോകവും അതിലെ മോഹങ്ങളും നമ്മെ വശീകരിക്കുകയില്ല. നമ്മെ ഓർത്ത് സ്വർഗം തന്നെ വെടിഞ്ഞിറങ്ങി വന്ന യേശു നമുക്കായി സഹിച്ച വേദന നമ്മുടെ സകല പാപത്തിനും പരിഹാരമാകയാൽ, നമ്മെ സ്വർഗീയ അവകാശികളാക്കാനാകയാൽ യേശുവിൽ വിശ്വസിച്ച് സ്നേഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.